വോട്ടിടാൻ ദിവസങ്ങൾ ശേഷിക്കെ കേന്ദ്ര സർക്കാരിനും ബിജെപിക്കുമെതിരെ ഇടയലേഖനമെന്ന ബ്രഹ്മാസ്ത്രം തൊടുത്ത് ലത്തീൻ അതിരൂപത. ഞായറാഴ്ച പള്ളികളിൽ വായിച്ച ഇടയലേഖനത്തിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നുറപ്പാണ്. അത് കേട്ട ക്രിസ്ത്യാനികളുടെ വോട്ട് ബിജെപിയുടെ പെട്ടിയിൽ വീഴില്ലെന്നും ഏതാണ്ട് ഉറപ്പിക്കാം. വിഴിഞ്ഞം പദ്ധതിയിൽ കേന്ദ്രത്തിനോടും സംസ്ഥാന സർക്കാരിനോടും ഇടഞ്ഞു നിന്ന സഭ രണ്ടും കൽപ്പിച്ചാണ് ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നതെന്ന് ഉറപ്പിക്കാം. വിഴിഞ്ഞം സമരത്തിന് ശേഷം ലത്തീൻ അതിരൂപതയുടെ അക്കൗണ്ടുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മരവിപ്പിച്ചു എന്നാണ് സഭയുടെ ആരോപണം. പള്ളികളിൽ ഞായറാഴ്ച വായിച്ച ഇടയലേഖനത്തിലാണ് ബിഷപ്പ് തോമസ് ജെ നെറ്റോ ഇക്കാര്യം അറിയിച്ചത്. മിഷൻ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് പോലും സ്വീകരിക്കാൻ കഴിയുന്നില്ലെന്നാണ് വിമർശനം. വിദേശത്ത് നിന്ന് പണം എത്തിക്കാനുള്ള FC അക്കൗണ്ടുകളാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മരവിപ്പിച്ചത്. മിഷൻ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് പോലും നിലവിൽ സഭയുടെ കൈവശമില്ല. വിശ്വാസികൾ കൂടുതൽ സാമ്പത്തിക സഹായം പള്ളികളിൽ നൽകണമെന്നും സർക്കുലറിൽ പറയുന്നു. അക്കൗണ്ട് മരവിപ്പിച്ച നടപടിയിൽ സംസ്ഥാന സർക്കാരിനെയും സർക്കുലറിൽ സഭ വിമർശിക്കുന്നു. കേന്ദ്ര സർക്കാർ നടപടിക്ക് കേരള പോലീസിന്റെ ചില റിപ്പോർട്ടുകളും കാരണമായിട്ടുണ്ടെന്നാണ് സഭ ആരോപിക്കുന്നത്. വൈദിക വിദ്യാർത്ഥികളുടെ പഠനം, പ്രായമായ പുരോഹിതരുടെ ചികിത്സ അടക്കമുള്ള ആവശ്യങ്ങൾക്ക് വിദേശത്തു നിന്നുള്ള സാമ്പത്തിക സഹായങ്ങളാണ് പ്രധാനമായും സഭ ആശ്രയിക്കുന്നത്. ഇതിനായി പ്രതിവർഷം 2 കോടി രൂപയാണ് സഭ ചെലവഴിക്കുന്നത്. നല്ലിടയൻ ഞായറുമായി ബന്ധപ്പെട്ട് വായിച്ച സർക്കുലറിലാണ് ബിഷപ്പ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞുവെച്ചത്. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ഞായറാഴ്ച ഇറക്കിയ സർക്കുലർ രാഷ്ട്രീയ അലയൊലികൾ തീർക്കവേ വിശ്വാസികളെ സഭയുടെ സാമ്പത്തിക അവസ്ഥ അറിയിക്കാനായാണ് സർക്കുലർ ഇറക്കിയതെന്നാണ് സഭയുടെ വിശദീകരണം. 1 മാസം മുമ്പ് രാജ്യത്തെ ക്രൈസ്തവർക്കും ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കും എതിരെയുള്ള അക്രമങ്ങൾ പതിവ് സംഭവമാണെന്ന് സഭ ഇടയലേഖനത്തിൽ വിമർശിച്ചിരുന്നു. വിഷയത്തിൽ ലത്തീൻ സഭ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു.